ക്രിസ്തീയ ജീവിതത്തിലെ അനുപേക്ഷണീയമായ ഒരു ഘടകമാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഇല്ലാത്ത ആരും ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളുമെല്ലാം ഇതുവരെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചത്, അതിൻ്റെ ആകത്തുക പരിശോധിച്ചാൽ അതിൽ 99% മരണം വരെയുള്ള എൻ്റെ ജീവിതം എങ്ങനെ ഫലപ്രദമാകണം എന്നതിനാണ്. അതിന് ശേഷമുള്ള മനുഷ്യാവസ്ഥയെപ്പറ്റി നമുക്കറിയാം. നമുക്ക് ആകുലതകളുണ്ട്, നമുക്ക് ആകാംക്ഷയുണ്ട്. പക്ഷെ ഒരു പ്രാർത്ഥന അതിനു വേണ്ടി ഗൗരവത്തിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, നിത്യതയ്ക്കായി, പ്രതിഫലത്തിനായി ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചത്, ഞാൻ പ്രാർത്ഥിക്കാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടത്, പാസ്റ്റർമാർ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ പാസ്റ്റേഴ്സിനോട് ആവശ്യപ്പെട്ടത് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ്? കുഞ്ഞുങ്ങളുടെ പരീക്ഷാ വിജയം, വിദേശയാത്ര, ഭവനത്തിൻ്റെ നിർമ്മാണം, രക്ഷിക്കപ്പെടാത്ത ഒരു സഹോദരൻ്റെ മാനസാന്തരം, മദ്യപിക്കുന്ന ഒരാളിൽ നിന്നുള്ള ദുരിതം മാറിക്കിട്ടാൻ, ഒരു നല്ല വാഹനം വാങ്ങാൻ, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാത്ത ആരോടില്ല. അത് തെറ്റുമല്ല. കാരണം നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ സാധിക്കേണ്ടതിനുള്ളതാണ് പ്രാർത്ഥന. ഇടവിടാതെ യാചിക്കുമ്പോൾ വാതിൽ തുറന്നു വേണ്ടുവോളം തരുന്ന യജമാനൻ ഇതൊന്നും നമുക്ക് മുടക്കിയില്ല. ഇന്നും അതൊക്കെ തരുന്നു. പക്ഷെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് നമ്മളെ നിത്യതയിലെത്തിക്കാൻ പര്യാപ്തമാണോ? പ്രാർത്ഥിച്ചെനിക്കൊരു വീട് കിട്ടി, പ്രാർത്ഥിച്ചു കുട്ടിയുടെ വിദ്യാഭ്യാസം നന്നായി, പ്രാർത്ഥിച്ച് എനിക്ക് ചില വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടായി, വിദേശ യാത്രകളുണ്ടായി. ഇവയ്ക്ക് ആകത്തുകയിൽ എൻ്റെ നിത്യതയുടെ അവസ്ഥയെ നിർണയിക്കാൻ വേണ്ട എന്ത് ഘടകമാണ്, എന്ത് സ്വാധീനമാണ് ചെലുത്താനാകുന്നത്? നമ്മളതിൽ അറിവില്ലാത്തവരല്ല. ആ ഉത്കണ്ഠയും നമുക്കുണ്ട്. പക്ഷേ ഗൗരവം വേണ്ടത്ര ഇല്ല. ആ ഗൗരവത്തിലേക്കൊന്ന് കടക്കാനാണ് ഈ വചനം. ഇത് പറയുമ്പോൾ ഒരല്പം മാനുഷികമായി വേദനാജനകമായ ഒരു സംഭവത്തിന് നമ്മളേവരും സാക്ഷ്യം വഹിച്ചിട്ടിരിക്കുക. ഒരു കർത്തദാസൻ്റെ മകള്, ആളുടെ പേര് മെറീന, അങ്ങനെയാണ്. വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ വിവാഹ വാർഷികം ആഘോഷിക്കാനുള്ള തിരക്കിനിടയിൽ അവിചാരിതമായി ഈഹലോകം വിട്ട് കർത്തൃസ്ഥലത്തിൽ ചേർക്കപ്പെട്ടു. പരസ്യത്തിൽ പ്രസംഗിക്കുന്ന ആളാ, സുവിശേഷം പറയുന്ന കുട്ടിയാ, നിത്യതയെക്കുറിച്ച് എഴുതുന്ന ലേഖനം എഴുതുന്ന ആളാ, പാട്ടുപാടുന്ന ആളാ. എന്തോ എനിക്ക് ആ മരണസ്ഥലത്ത് പോകാനുള്ള ഒരു ധൈര്യം വന്നില്ല. ഒരു വലിയ ദുഃഖം. അത് തന്നെ കാരണം. ആശ്വസിപ്പിക്കാനാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷേ അടുപ്പമുള്ള മനുഷ്യരെ കാണുമ്പോൾ ദുഃഖിതൻ്റെ ദുഃഖം പെരുകയാണ്, വർദ്ധിക്കുകയാണ്. വേണ്ടപ്പെട്ടവരൊക്കെ വരുമ്പോൾ മരിച്ചു കിടക്കുന്ന ആൾ ഈ ബന്ധുവിനെ കാണുമ്പോൾ, സ്നേഹിതനെ കാണുമ്പോൾ വല്ലാത്തൊരു ദുഃഖം പരസ്പരം. അപ്പോൾ ഇങ്ങനെയുള്ള മരണത്തെക്കുറിച്ച് എൻ്റെ ദുഃഖം, അപ്പൻ്റെ ദുഃഖം, അമ്മയുടെ ദുഃഖം, നിങ്ങളുടെ ദുഃഖം മാറാത്തതെന്ത്
എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ ചെല്ലുന്നവരൊക്കെ ആശ്വസിപ്പിക്കും, ഭാരപ്പെടാതെ. കുഞ്ഞ് പോയത് എവിടെ? നിത്യതല. ദുഃഖസൂചകമായ ധാരാളം വാചകങ്ങൾ എഴുതിയിട്ട് നിത്യതയിൽ കണ്ടുമുട്ടാം എന്നുള്ളൊരു പ്രത്യാശയുടെ കുറിപ്പ് അത് ഏറ്റവും ഒടുവിലാണ്. അത് തിരിച്ചൊന്ന് ചിന്തിച്ചാട്ടെ. നാം പ്രസംഗിച്ച ഏറ്റവും അധികം കാര്യങ്ങൾ പ്രത്യാശയെക്കുറിച്ചും ദുഃഖം വളരെ ചെറുതുമാകുന്ന ഒരു ഉള്ളടക്കത്തിലേക്ക് നമ്മളെന്നാണ് വളരുക, നമ്മളെന്നാണ് ആയിത്തീരുക? ആ ഒരു ചിന്തയെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാനിന്ന് ഈ വചനം വായിച്ചത്. ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. സന്തോഷമല്ലേ? ഇവിടെ വന്നവരൊക്കെ ഇത് കേട്ടിരിക്കണം. ഇനി പ്രകടനത്തിന് പോകണം എന്നുള്ളവർ പോകും. ചിലർക്ക് പോകണമെന്നുണ്ട്. ചില ആൾക്ക് ചിലയിടം വിട്ടിറങ്ങിയാലും ഈ ചെണ്ടേടിയും ഒക്കെ കേൾക്കുമ്പോൾ അറിയാതൊരു സന്തോഷം വന്നു. വിലക്കൊന്നുമില്ല. ഇവിടെ അവിടെയും കൂടെ പറ്റില്ല. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം. ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. എന്തൊരു പ്രത്യാശയുള്ള വചന! ഒടുക്കത്തെ ശത്രു, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. ശത്രു എന്ന് പറയുന്ന സങ്കല്പം ആപേക്ഷികമാണ്, സ്ഥിരതയില്ല. പെർമനൻ്റായൊരു ശത്രു മരണമാണ്, അല്ലെങ്കിൽ മരണത്തിൻ്റെ കാരണഭൂതനായ പിശാചാണ്. ബാക്കി ലോകത്താര് ശത്രുക്കളല്ല, ആപേക്ഷികമായ ഒരു ചിന്തയാണ്. ഒരു ഉദാഹരണം, നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും അല്ലെ നേതാക്കളെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ചിത്രം ഇട്ടിട്ട് ആളുകൾ ബാലിശമായ പോസ്റ്റ് ഇടും. ഇവരെല്ലാം ഒത്തുകൂടിയാൽ ഇങ്ങനെ, പിന്നെ അവരൊത്തുകൂടുമ്പോൾ അടി വെക്കണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? എന്തിനാ അവർ അടി വെക്കുന്നത്? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും കണ്ടാൽ അടി വെക്കണം. അവർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ തടസ്സമുണ്ടോ? പ്രധാനമന്ത്രിയുടെ അത്താഴ വിരുന്നിലേക്ക് രാഹുൽജിയെ വിളിച്ചാൽ പോകുന്നത് തെറ്റുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ശത്രുത ആപേക്ഷികമാണ്, ആശയപരമാണ്. അത് തന്നെ കാര്യം. അവർ തമ്മിൽ വേറെ പ്രശ്നമില്ല. ഇന്നലത്തെ ശത്രു ഇന്ന് മിത്രമാകും, ഇന്നത്തെ മിത്രം നാളെ ശത്രുവാകും. ഇതിനകത്തൊരു സ്ഥിരത പറയാൻ വയ്യ, ഒന്നിനും സ്ഥിരത പറയാൻ വയ്യ. പക്ഷെ സ്ഥിരതയുള്ള ഒറ്റ ശത്രുണ്ട്, അത് മരണവും മരണത്തിൻ്റെ കാരണഭൂതനുമായ പിശാചാണ്. ദൈവമക്കൾക്ക് അത് മാത്രമേ ശത്രുള്ളൂ. ബാക്കിയൊക്കെ സാന്ദർഭികമായി ശത്രുത പൂണ്ടവരുണ്ടാകാം. പക്ഷെ നമുക്ക് പറയാം, ഞങ്ങളുടെ ഹൃദയം സംശുദ്ധമാണ്. ആരോടും ശത്രുതയില്ല, ആരോടും വിരോധമില്ല. മരണം അത് ശത്രു തന്നെയാണ്. ഞാൻ ആ ചിന്തയിലൊക്കെ ഒന്ന് കടക്കാൻ വായിച്ച വചനത്തിലൂടെ വരാം. പ്രിയമുള്ളവരെ, ഇത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. ഈ ലേഖനത്തിനൊരു പശ്ചാത്തലമുണ്ട്. കൊരിന്ത് പുരാതന ലോകത്തിലെ വലിയൊരു സമ്പന്ന നഗരമാണ്. വ്യത്യസ്ത തരം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വലിയൊരു തുറമുഖ നഗരം. ഈ നഗരത്തിൽ നിന്ന് 200 മൈൽ അകലെയാണ് എഫെസോസ്. അതും മറ്റൊരു സമ്പന്ന നഗരമാണ്. ഇതുപോലെ പ്രസിദ്ധമായൊരു നഗരമാണ് ഫിലിപ്പിയ. ഇതെല്ലാം വാണിജ്യ പ്രാധാന്യമുള്ള നഗരമാണ്. നമ്മുടെ കോർപ്പറേഷനുകൾക്ക് സമാനമായ വലിയ സമ്പദ് വ്യവസ്ഥയും വാണിജ്യ വ്യവസ്ഥയും ഒക്കെ നിലനിൽക്കുന്ന നഗരം. അവിടെയുള്ള ആളുകൾ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് വ്യാപാര താൽപ്പര്യാർത്ഥം വന്ന് താമസിക്കുന്നവരോ ആ തൊഴിലിൽ ഇടപെടുകയോ ചെയ്യുന്ന ആളുകളാണ്. ഒരു നഗരം സമ്പന്നമാണ് എന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് മറ്റൊന്നിനും സമയമില്ല. വിലപേശണം, വിലയ്ക്ക് വസ്തുക്കൾ വാങ്ങണം, ലാഭത്തിന് വിൽക്കണം, സമ്പത്ത് വർദ്ധിപ്പിക്കണം. ഈ ചിന്ത സമ്പത്തിൻ്റെ ആധിക്യത്തിൽ അടുത്ത ഘട്ടം ഒരു ലെവലിലെത്തിക്കഴിഞ്ഞാൽ സമ്പത്തിനൊപ്പം
സുഖവും സംതൃപ്തിയും വർദ്ധിപ്പിക്കണം. അതിന് വീണ്ടും വാങ്ങിക്കൂട്ടണം. ആധുനികങ്ങളായ ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തിക്കണം. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ, സന്തോഷം പകരുന്ന പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, ഇവയെല്ലാം കൊണ്ട് ജീവിതം സുഖകരമാക്കണം, സന്തോഷകരമാക്കണം. ഇങ്ങനെ ചിന്തിച്ചു പോയ ഒരു ജനത, ആ ജനതയ്ക്ക് സന്തോഷത്തിന് വേണ്ടി, അവരുടെ മാനുഷികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ഉണ്ടായിരുന്ന പലതരത്തിലെ വിനോദങ്ങളും അത്തരത്തിലെ കലാപരിപാടികളും ഈ നഗരത്തിൻ്റെ പലയിടങ്ങളിൽ ആവിഷ്കരിക്കാൻ തുടങ്ങി. കൊരിന്ത് കണ്ടുപഠിച്ചത്, ശീലിച്ചത് അഥേന എന്ന് പറയുന്ന മറ്റൊരു നഗരമാണ്. അഥേനയിൽ ഒളിമ്പിക്സ് ഉണ്ട്. അഥേനയിൽ ചിന്തകന്മാർ ഒത്തുകൂടുന്ന വലിയ തർക്കശാസ്ത്രങ്ങളുടെ വേദിയുണ്ട്. നാടകങ്ങളും കവിതകളും ആ നാട്ടിൽ പ്രസിദ്ധമാണ്. ഗ്രീസിലെ അഥേന പോലെ കൊരിന്തിൽ സാഹിത്യവും കലകളും ഒക്കെ ഉണ്ടെങ്കിലും സോക്രട്ടീസോ പ്ലേറ്റോയോ അരിസ്റ്റോട്ടിലോ മനുഷ്യരാശിക്ക് കൊടുത്ത ഉദ്ദീപകരമായ പ്രചോദനകരമായ ചിന്തകളല്ല വന്നത്. മറിച്ച് എപ്പിക്കുറോസ് എന്നറിയപ്പെടുന്ന ഒരു ചിന്തകനെ നമുക്കറിയാം. അദ്ദേഹം പഠിപ്പിച്ചതെന്താ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകും. അപ്പോൾ ഭൗതിക ജീവിതത്തിൽ പടുത്തുയർത്താവുന്ന സുഖലോലുപതയെന്ത്? നാളെ മരിച്ചു പോകുകയാണ്, മരണം കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല. ഇത്തരം ദർശനങ്ങൾ ഇന്ത്യയിൽ രൂപപ്പെട്ടിരുന്നു. അത്തരമൊരു ദർശകൻ്റെ പേരായിരുന്നു ചാർവാകൻ. അദ്ദേഹം പറഞ്ഞു, ഭക്ഷിക്കുക, ആനന്ദിക്കുക. അദ്ദേഹം കുറേ നന്മയുടെ വശങ്ങൾ പറഞ്ഞു, മര്യാദയ്ക്കൊക്കെ ജീവിക്കുക, അതുകൂടി കൂട്ടിച്ചേർത്തു. എന്നാൽ അതിൻ്റെ ഒരു പടി കൂടി താഴേക്ക് ഇറങ്ങിക്കൊണ്ട് എപ്പിക്കുറോസ് പഠിപ്പിച്ചത് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ നമ്മൾ ചാകും. അതുകൊണ്ട് ജീവിതം അത്രമാത്രം സന്തോഷനിർഭരമാക്കാം, സുഖകരമാക്കാം, അതിനുവേണ്ടി അധ്വാനിക്കുക. ഇത്തരം മനുഷ്യർ രണ്ട് തരത്തിൽപ്പെടാം. ഒരു കൂട്ടം ആളുകൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുന്നില്ല. നാസ്തികരെന്നാണ് അവരെ വിളിക്കുക. ആ ചിന്തയ്ക്ക് നിരീശ്വരത്വം അഥവാ നാസ്തികത എന്നാണ് പേര് പറയുക, എത്തിസം. ഇതിന് രണ്ടാമതൊരു കൂട്ടരുണ്ട്. അവരുടെ വിചാരം ദൈവമുണ്ടാകാം, ഇല്ലായിരിക്കാം. എനിക്കിന്നുവരെ ആ ദൈവത്തെക്കുറിച്ചൊരു അനുഭവമോ ഒരറിവോ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു അനുഭവം വരുന്നത് വരെ, അത്തരമൊരു അറിവ് സംശയലേശമന്യ വരുന്നത് വരെ ഞാൻ ദൈവത്തെ തള്ളുന്നില്ല, ദൈവത്തെ സ്വീകരിക്കുന്നില്ല. ഇവരൊരു പേരിട്ട് വിളിക്കും അഗ്നോസ്റ്റിക്കുകൾ അഥവാ അജ്ഞേയവാദികൾ. അപ്പോൾ നാസ്തികരും അജ്ഞേയവാദികളും, തത്വത്തിൽ അജ്ഞേയവാദികളും ജീവിതം കൊണ്ട് നാസ്തികരെ പോലെയാണ്. ഇതിനപ്പുറത്ത് ബദലായി നിൽക്കുന്ന ദൈവവിശ്വാസികൾക്കൊരു പ്രശ്നമുണ്ട്. അവർ തമ്മിൽ യോജിപ്പില്ലാത്തതിൻ്റെ കാരണം ആ രാജ്യത്തെ റോമൻ മതങ്ങളുടെ ദൈവവിശ്വാസമല്ല യഹൂദ മതത്തിൻ്റെ ദൈവവിശ്വാസം. ആ ദൈവവിശ്വാസമല്ല അവിടേക്ക് കുടിയേറിയ പേർഷ്യക്കാരുടെ ദൈവവിശ്വാസം. അവ തമ്മിലൊന്നും യോജിക്കില്ല. ഇതിൽ നിന്നെല്ലാം വിഭിന്നമായ ഒരാശയമായി ക്രിസ്തുവിൻ്റെ സുവിശേഷവും അവിടേക്ക് വ്യാപരിച്ചപ്പോൾ ഈ ചിന്തകളോടൊക്കെ പടപൊരുതിക്കൊണ്ട് എപ്പിക്കുറോസിനെ പോലെയുള്ള ആളുകളുടെ ദർശനങ്ങൾ, അവരുടെ പദ്ധതികൾ, അതിനിടയ്ക്ക് ജ്ഞാനം കണ്ടെത്തലാണ് ജീവിത വിമോചനത്തിൻ്റെ വഴിയെന്ന് പഠിപ്പിക്കുന്ന നൂറുകണക്കിന് ആശയങ്ങൾ. ചുരുക്കത്തിൽ കൊരിന്തിലെ മനുഷ്യർക്കെല്ലാം ഇടയിൽ ഇത്തരം ദർശനങ്ങളുടെ സ്വാധീനത നിലനിൽക്കെ അതിനെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് അവിടെ ഒരു സഭ രൂപപ്പെട്ടു. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, കൃപാവരമുള്ള ഒരു ദൈവത്തിൻ്റെ സഭ അവിടെ രൂപപ്പെട്ടു. ഒരു കാര്യം ആലോചിച്ചു കൊള്ളണം, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഇറങ്ങിച്ചെല്ലാൻ തടസ്സമുള്ള ഒരിടവും ഭൂമിയിലില്ല, ഒരിടവും എവിടെയുമില്ല, ഒരു സ്ഥലവുമില്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറയുക, നീ എവിടെ പാർക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അത് സാത്താൻ്റെ സിംഹാസനമുള്ള ഇടം. ആ വാക്യം കേട്ട് ഭയമല്ല തോന്നേണ്ടത്, മറിച്ച് സാത്താൻ സിംഹാസനമിട്ടാലും അതിനെ തട്ടിത്തെറിപ്പിച്ച് അവിടെയും ചെല്ലുന്നതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ദൈവവചനത്തിന് ബന്ധനമില്ല, സുവിശേഷത്തിന് ബന്ധനമില്ല. ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് അത് ഇരമ്പിക്കയറുമെങ്കിൽ വിശ്വാസത്തോടെ നമുക്ക് പറയാം, ഈ ദിനങ്ങളിൽ കേട്ട ദൈവത്തിന്റെ വചനം അന്തരീക്ഷ മണ്ഡലത്തിൽ അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ അനുഗ്രഹം തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിനങ്ങളിൽ ദൈവത്തിന്റെ ജനം പ്രാർത്ഥിച്ചതൊന്നും വൃഥാവായി തീർന്നിട്ടില്ല. അതാതിടങ്ങളിൽ അകത്തും പുറത്തും വചനം അതിന്റെ പ്രവൃത്തി ചെയ്യുക. ദൈവത്തിന്റെ വചനത്തിന്റെ സുതാര്യമായ കേൾവി നമുക്ക് വിടുതലാണ്. ദൈവത്തിന്റെ വചനം നമുക്ക് രോഗശാന്തിയാണ്. നാളുകളായി നമ്മൾ ആഗ്രഹിക്കുന്ന ജീവൽ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ അത് കരുത്താണ്. നിത്യതയ്ക്കുള്ള പ്രത്യാശയുടെ വചനമാണ് ദൈവത്തിന്റെ വചനം. ആമേൻ. ഇതാ ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരു സഭ രൂപപ്പെടുക. ഈ സഭയിൽ വരുന്ന ആളുകൾ നല്ലൊരു ശതമാനം സമ്പന്നരാണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥന എങ്ങനെ ഇരിക്കും?
സ്വാഭാവികമായിട്ട്. മുമ്പ് പറഞ്ഞൊന്നും അവർക്ക് പ്രാർത്ഥിക്കണ്ട. എന്തിനാണ് പ്രാർത്ഥിക്കുക? അവർക്കത് ഉണ്ടല്ലോ, അത് കിട്ടുമല്ലോ. അപ്പോൾ അവരെ പ്രാർത്ഥിക്കാൻ ദാരിദ്ര്യം അയച്ചാൽ മതിയോ? ആ വാദത്തിലൊന്നും അർത്ഥമില്ല. കാരണം എന്താ? അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചേക്കാം, പക്ഷേ ദൈവം അങ്ങനെ നമ്മളെ തന്നെ സ്നേഹിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം എന്തെങ്കിലും ഒരവസ്ഥ സൃഷ്ടിച്ച് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയാൻ വയ്യ. കൊണ്ടുവന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടില്ലെന്നല്ല, അതൊരു കോമൺ സ്വഭാവമല്ല. അവൻ കൈയയച്ച് വിടുക, നമ്മൾ എത്രത്തോളം പോകും ആ അവസ്ഥയ്ക്ക് വേണ്ടി വിടുക. അപ്പോൾ തന്നെ ആ വചനത്തിൽ അവിടെ കാണുക, അവിടെ കൃപാവരങ്ങളുണ്ടായിരുന്നു ആ സഭയിൽ, പ്രവചനമുണ്ടായിരുന്നു ആ സഭയിൽ, വ്യാഖ്യാതാക്കളുണ്ടായിരുന്നു ആ സഭയിൽ. ഉണ്ടായിരുന്നു മാത്രമല്ല, ഈ കൃപാവരമുള്ളവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കൃപയുള്ള ആരോടില്ലാതെ പോയി. നമ്മുടെ എല്ലാവരും പ്രശ്നമാണ് അത്, ഇല്ലേ? കൃപ ഉള്ളവർ കൂടുതലാണ് നമ്മുടെ ഇടയിൽ. അതാ പറ്റി ഇതൊന്ന് പരിഹരിക്കണമെങ്കിൽ വേറൊരു കൃപ വേണം, അല്ലേ? അത് നമുക്കില്ലാതെ പോകാം. എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നറിയില്ല. ആർക്ക് വേണം? മാസയോതിൽ അവസരം കൊടുക്കണം. കാരണം ഇരിക്കുന്നവരെല്ലാം പ്രസംഗിക്കും. ആരെ ക്ഷണിക്കണം? മിക്കവാറും പ്രസംഗിക്കുന്നവരാ. ഏത് പാട്ടുകാരെ വിളിക്കണം? കമ്മിറ്റിയിലെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിനോരോ കാര്യങ്ങൾ പറയുക. ഫാൻസ് അസോസിയേഷൻ രൂപപ്പെടുക, പ്രസംഗർക്ക് വേണ്ടി ആളുകൾ വാദിക്കുക, ചിലരെ വേണ്ടെന്ന് പറയുക, ചിലരെ വേണമെന്ന് പറയുക. അതിനെല്ലാമുള്ള കാരണങ്ങൾ നമ്മൾ നിരത്തിക്കൊണ്ട് നമ്മുടെ കാര്യം സ്ഥാപിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കൊരിന്ത് സഭ ഇങ്ങനെ വന്നപ്പോൾ ഈ സഭയുടെ പോക്കിൽ ഒരു മനുഷ്യന് ഒരു ദുഃഖം തോന്നി. എനിക്ക് അയാളെക്കുറിച്ച് മതിപ്പാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് അധികമാർക്കും പരിചയമില്ല. ക്ലോവ എന്നാണ്. ക്ലോവ. അദ്ദേഹം ഒരു മാന്യനാണ്. അദ്ദേഹം ഒരു ആദർശശുദ്ധിയുള്ള ആളാണ്. എന്താണ് കാരണം? ഈ ക്ലോവ സഭയിലെ പ്രതിസന്ധി പറഞ്ഞത് പൗലുസിൻ്റെ അടുത്ത് മാത്രമാണ്. സഭയിലൊരു പ്രതിസന്ധി നേരിട്ടാൽ ആ പ്രതിസന്ധിക്ക് പരിഹാരം തെരുവിലിറങ്ങുകയല്ല, ആ പ്രതിസന്ധിക്ക് പരിഹാരം ആക്ഷേപം ചൊരിയുകയല്ല, ആ പ്രതിസന്ധിക്ക് പരിഹാരം പൊതുജനങ്ങളരികിലേക്ക് അത് എത്തിക്കുകയല്ല, സർക്കാർ ലെവലിൽ ചൂണ്ടിക്കാണിക്കുകയല്ല, വ്യവഹാരങ്ങൾക്ക് പോകുകയല്ല. ഏറ്റവും പരിഹരിക്കാൻ അധികാരമുള്ള, നിഷ്പക്ഷമതിയായ, ആത്മനിറവുള്ള, കൃപാവരമുള്ള പൗലോസിൻ്റെ അരികിൽ ചെല്ലുക. സ്തോത്രം. അവിടെ ഒന്ന് ചെന്നാൽ മതി, പരിഹാരം അവിടെ ഉണ്ട്. നമുക്കതിനുള്ള ക്ഷമയില്ല, നമുക്കതിനുള്ള സഹനമില്ല. നമ്മളതിന് നമ്മുടെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ രണ്ടൂന്ന് പ്രശ്നമാണ്. ഇടപെടുന്നവരും കാണുന്നവരും എല്ലാവരും ഒരുപോലെ ദുഷിക്കപ്പെടും. സ്തോത്രം. നമുക്കിത് പരിഹരിക്കാൻ ആളില്ല, പറയാൻ ആളുണ്ട്. ബഹുമാനപ്പെട്ട ഷാരോൺ ഫെലോഷിപ്പിൻ്റെ ആദരണനായ പ്രസിഡൻറ്റ് ബാബു പാസ്റ്റർ ഒരു പ്രസംഗമധ്യേ ഇത്തരം ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സന്തോഷകരമായി തോന്നി. ആ കാരണം എന്താ? നമുക്ക് സഹോദര സഭകളിൽ, സഹോദര ഇടങ്ങളിൽ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര ആകാംക്ഷയോടെ അതിനെക്കുറിച്ച് പറയുന്നുവോ അതിലും ആകാംക്ഷയോടെ ആ പ്രശ്നപരിഹാരത്തിന് ഇടം നമ്മുടെ മുമ്പിൽ തന്നെ പരിശുദ്ധാത്മാവ് സൃഷ്ടിച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥനയാണ്. ഇവയ്ക്കൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനും അത്തരത്തിൽ ഒരു ആത്മഭാരം ജീവിതത്തിൽ വരാതെയും വിമർശനം നടത്തിക്കൊണ്ട് മാത്രം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് ശക്തിപ്പെടും, പക്ഷേ പരിഹാരമില്ല. ക്രിസ്തുവിൻ്റെ പൊതുവായ ആ ശരീരത്തിൽ നിൽക്കുന്ന ഏത് ക്ഷതവും ചർച്ചകൂടിനും ചാരോനും IPCക്കും എല്ലാം ബാധകമാണെന്നേ, എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് നമ്മുടെ സമചിഷ്ടങ്ങൾ എവിടെയും വീഴാൻ പാടില്ല, എവിടെയും പരാജയപ്പെടാൻ പാടില്ല. ആത്മാവിൻ്റെ ഐക്യതയോടെ ഈ നാളുകളിൽ നമ്മൾ ചില പ്രതിബന്ധങ്ങളെ തരണം ചെയ്തു പോകണം. അതിനൊരു വഴിയുണ്ട്. അതിന് ഒരു ഉണർവ് ഇവിടെ രൂപപ്പെട്ടാൽ അടുത്തടുത്ത ഇടങ്ങളിലും ആ ഉണർവിൻ്റെ താപജാലകൾ കടന്നു പിടിക്കും. പിന്നെ ഈ പ്രശ്നം ഉണ്ടാക്കാനൊന്നും ആർക്കും നേരം കിട്ടില്ല. പ്രശ്നമുണ്ടാക്കുന്നവരിലേക്ക് ആളുകൾ പോവില്ല. അവർക്ക് എൻജോയ് ചെയ്യാൻ പാകത്തിന് സമാന്തരമായ ഒരു സിസ്റ്റത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഉള്ള ബാധ്യതയിൽ നമ്മളൊക്കെ പരാജയപ്പെട്ടിരിക്കുക. നമുക്കൊന്ന് മാറണം. അതിനാണ് ഈ പ്രാർത്ഥന. നമുക്ക് മാറാനുണ്ടെന്നേ. ചിലക്കത് വിശ്വാസമില്ല, ചിലക്ക് ആ ചിന്തയില്ല. അത് ഞാൻ ഒന്നുകൂടി പറയാം, നമ്മളെങ്ങനെയാണ് മാറേണ്ടതെന്ന്. നമ്മുടെ കൺവെൻഷന് രാത്രി യോഗം ഇന്ന് തീരുമെന്ന് തോന്നല്ലേ? നാളെ പകലിട്ടുണ്ട്. എല്ലാവരും യോഗത്തിന് വന്നു, അനേക ദൈവാസന്മാർ വന്നു. നാളെ പകല് അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുണ്ട്. ഇത് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലെ ഒരാത്മസംതൃപ്തി നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ
യോഗം പരാജയം തന്നെയാണ്. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് കിട്ടേണ്ട ഒരു സംതൃപ്തി ഉണ്ട്. ആ സംതൃപ്തി കിട്ടാതെയാണ് ഞാൻ പോകുന്നതെങ്കിൽ യോഗം ഒരു പരാജയ. മനസ്സിലായോ? ഞാൻ വ്യക്തമാക്കാം. നമ്മുടെ ഒരു അമ്മച്ചിയുടെ അരികിൽ പണ്ട് സമാന്തരമായ മറ്റൊരു ക്രിസ്തീയ സമൂഹത്തിൽ നിൽക്കുന്ന ഒരാൾ ഒരു ദൈവാസന സുവിശേഷം പറഞ്ഞപ്പോൾ ഒരമ്മച്ചി, നമ്മുടെ അമ്മച്ചിയല്ല, മറ്റൊരു ക്രിസ്തീയ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു അമ്മച്ചി, വിശ്വാസിയല്ലാത്ത, അതായത് ത്രിയേകത്വത്തിൽ സ്നാനമൊന്നും ഏൽക്കാത്ത ഒരു സമൂഹത്തിൽപ്പെട്ട ആൾ. അപ്പോൾ ഈ അമ്മച്ചി ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ യോഗത്തിൻ്റെ പ്രത്യേകത എന്താ? അങ്ങോട്ട് വന്നാൽ ഞങ്ങൾ എന്തിനാ അങ്ങോട്ട് വരുന്നേ? അച്ഛനുണ്ടോ? ഇല്ല. തിരുമേനിയുണ്ടോ? ഇല്ല. ഇങ്ങനെ ഓരോ ചോദ്യം ചോദിച്ചിട്ട് ചോദിച്ചു, ഈ പാത്രങ്ങളും കുടങ്ങളും ഒക്കെ വിൽക്കുന്ന കടയുണ്ടോ അവിടെ? അതുമില്ല. ചിന്തിക്കടയില്ല. പണ്ടൊക്കെ അങ്ങനെയാണ്, കട്ടിൽ വിൽക്കുന്ന ഇടമുണ്ടോ? 100 ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആകപ്പാടെ പെരുന്നാളിന് പോകുന്നത് ഈ മൺകുടമൊക്കെ മേടിക്കാനാണ്. നിങ്ങളവിടെ വന്നാൽ അതുപോലും കിട്ടുകയില്ല, പിന്നെ ഞാൻ എന്തിനാ വരുന്നത്? എനിക്ക് തൃപ്തിയില്ല. അപ്പോൾ ലോകമനുഷ്യൻ തൃപ്തി കിട്ടാൻ ചില സംവിധാനങ്ങൾ ചെയ്യാറുണ്ട്. യേശുദാസിൻ്റെ ഗാനമേളയോ, യേശുദാസ് പോയല്ലോ, പ്രായമായല്ലോ, അതുകൊണ്ടാണ്. ഗാനമേളയ്ക്ക് വരുന്നതായിട്ട് എനിക്കറിയില്ല. എന്തെങ്കിലും തരത്തിലെ നൃത്തമോ നടീനടന്മാരെ കൊണ്ടുവന്നൊക്കെയാണ് ക്രിസ്തീയ സഭകളിൽ ചിലത് പോലും ആ സംതൃപ്തി കൊടുക്കുന്നത്. നിറമുള്ള വെളിച്ചവും ഒരു ഡാൻസും നൃത്തവും പാട്ടും. നമ്മൾ ഏതാണ്ട് ആ വഴിക്കൊക്കെ ചിന്തിച്ചു വശമായോ എന്ന് ആശങ്കപ്പെടണം. ആരെയും കുറ്റമല്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം. ഞാൻ അടുത്ത കാലത്ത് ഒരു യൂത്ത് മീറ്റിങ്ങിൽ പങ്കെടുത്തു. എനിക്ക് സന്തോഷം തോന്നി. കാരണം ഓണത്തിരക്കിൽ കുട്ടികൾ ആഘോഷഭരിതരായി ഓടി നടക്കുക. അവർക്ക് ധാരാളം സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ലോകം വിളിക്കുമ്പോഴും 500 കുട്ടികൾ രൂപ മുടക്കി പേര് രജിസ്റ്റർ ചെയ്ത് അവിടെ കൂടുന്നുണ്ട്. അവരെ വിടാൻ പാടില്ല. അവരെന്തിനാൽ ആകർഷിക്കപ്പെട്ട് അടുത്ത കൊല്ലം ഇവിടെ നിൽക്കണം. എന്തിനു വരണം ഈ ക്യാമ്പിലെന്നൊരു കുട്ടി ചോദിച്ചാൽ നിങ്ങൾക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ ഒരു കാരണം വേണം. നിങ്ങളെന്താ പറയുക? അവിടെ ദൂത് പറയുന്നൊരു പാസ്റ്റർ വരുമെന്നോ? അവൻ ആ ദൂത് വിരസമാണ്. അവിടെ പാട്ടുണ്ടെന്നോ? അതിലും നല്ല പാട്ട് യൂട്യൂബിൽ കിട്ടുമെന്നേ ചില ആൾ പറയില്ലേ, യേശുദാസിനെ പോലെ പാടും. ഞാൻ ചോദിച്ചു, യേശുദാസ് ഉണ്ടല്ലോ, പിന്നെ യേശുദാസിനെ പോലെ എന്തിനാ പാടുന്നത്? ഒറിജിനൽ യേശുദാസിൻ്റെ പാട്ട് കിട്ടുമല്ലോ, പിന്നെ യേശുദാസിൻ്റെ കൂട്ടുള്ള പാട്ട് എന്തിനാണ് കേൾക്കുന്നത്? അത് കിട്ടും. ചിത്രയെപ്പോലെ പാടുമെന്ന് പറഞ്ഞാൽ ചിത്ര പാടുന്ന ഭക്തിഗാനം ഉണ്ടല്ലോ, മതി. എൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് നല്ല പാട്ട് ടീമിനെ വിളിക്കുന്നു, പ്രസംഗരെ വിളിക്കുന്നു. ഇപ്പം പ്രസംഗരുടെ സംതൃപ്തി എന്താ? പാട്ടുകാരുടെ സംതൃപ്തി എന്താ? ഞാനിങ്ങോട്ട് വരുമ്പോൾ എന്നോട് പാസ്റ്റർ വിളിച്ച് ചോദിച്ചു, എന്തൊക്കെയായി ഫുഡ് കഴിക്കുന്നത്? അപ്പോൾ എന്നെ തൃപ്തിപ്പെടുത്തുക, ഈ ഫുഡൊരു തടസ്സമാകരുത് എന്ന് പാസ്റ്റർക്ക് തോന്നിയോന്ന് എനിക്കറിയില്ല. എന്തൊക്കെ കഴിക്കും? എനിക്കെന്ത് ചെയ്യണം? എൻ്റെ ഡിമാൻഡ് എന്ത്? പാട്ട് പാടുന്നവരുടെ ഡിമാൻഡ് എന്ത്? വന്നിരിക്കുന്നവരുടെ ഡിമാൻഡ് എന്ത്? ഞാൻ മുമ്പോട്ട് വച്ച ഈ ഡിമാൻഡിൽ എന്നെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ഇവിടെ വന്നൊരു ദൈവദാസനെ തിരിച്ചയക്കാൻ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് നിശ്ചയിച്ച ഒരു TA ഉണ്ടല്ലോ, പാട്ടുകാർക്ക് എന്ത് കൊടുക്കണം, ഒരു ബജറ്റ് ഉണ്ടല്ലോ. നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ എത്ര എണ്ണം കർത്താവ് സ്വർഗത്തിരുന്ന് കേട്ടിങ്ങനെ ശരിയിട്ടു? ശരിയാകല്ലോ. സെൻട്രൽ ഭാഷ പറഞ്ഞ് കറക്റ്റാ. മനസ്സിലാകുന്നോ നിങ്ങൾക്ക്? അതാ വേണ്ടേ. ശരിയിട്ടോ? ഇല്ല. എനിക്ക് TA തരുന്നു, ഫുഡ് തരുന്നു, ഞാൻ തൃപ്തിയോടെ പോകുന്നു. എൻ്റെ തൃപ്തി ടിയയും ഫുഡുമോ? നിങ്ങളുടെ തൃപ്തി മുമ്പൊക്കെ പറഞ്ഞതോ? അല്ലെന്നേ, അകത്തെവിടെയോ ഒരസംതൃപ്തി കിടപ്പുണ്ട് നമുക്കല്ല. ഉള്ളവർ മാത്രം സമ്മതിച്ചാൽ മതി. ഇത് പോരാ, ഇതല്ല, ഈ പ്രസംഗമല്ല, ഈ പാട്ടല്ല. ഇവരെല്ലാം പറഞ്ഞു കേട്ടോ, അവർ നല്ല സൗകര്യങ്ങളാണ്, ജനറലാണ് പറയുന്നത്. ഞാൻ എന്നെക്കുട്ടിയെ വിമർശനം നടത്താറുള്ളൂ. ഈ സിസ്റ്റം പോരാ, ഈ രീതി പോരാ, എവിടെയോ ഒരപര്യാപ്തത കൊരുന്തിൽ. മറുവശത്ത് പ്രവചനമുണ്ട്, ദൂതുണ്ട്,
എല്ലാ കാര്യങ്ങളുമുണ്ട്. സഭ ശക്തമാണ്. സമ്പത്തൂടുണ്ട്. നമ്മളെപ്പോലെ ഒന്നല്ല, ഇല്ലേ, സമ്പന്നരാ. പക്ഷെ ഒരസംതൃപ്തി പുകയുക. ഈ പുകയുന്ന അസംതൃപ്തി കുടുംബത്തിലോ സഭയിലോ രൂപപ്പെടുമ്പോൾ പ്രഥമ റൗണ്ടിൽ തന്നെ പരിഹാരം തേടാത്ത ആളുകളിലെ കാത്ത് ഒരു വലിയ ദുരന്തമിരിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിലേക്കൊരു അസംതൃപ്തി വന്നു, ഒരതൃപ്തി വന്നു, ഒരനാത്മീയമായ ചിന്ത വന്നു, ശരിയല്ലെന്നൊരു തോന്നൽ വന്നു. ആ തോന്നലിന് പരിഹാരം അന്ന് രാത്രി തന്നെ കണ്ടുപിടിക്കണം. സൂര്യാസ്തമയത്തിന് മുമ്പ് അതിനെ ക്രമീകരണം ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്താ? അതൃപ്തി വളരാൻ ഒരിക്കലും ഇട കൊടുക്കാത്ത വിധം നമുക്ക് കുടുംബത്തെ സംരക്ഷിക്കാം, സഭയെ സംരക്ഷിക്കാം. ഈ അന്തരീക്ഷം മുഴുവൻ മാറണം. കാരണം നാളെ ഇത് ചെയ്യാൻ കഴിയുമെന്ന് പറയത്തക്ക വിധം ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ലൈഫ് കൊണ്ടാ നമ്മൾ ഈ കളിയെല്ലാം കളിക്കുന്നത്. ഓർക്കണം, ഇതൊരു ഞാനിന്മേൽ കളിയാ. അനിശ്ചിതത്വത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്നുകൊണ്ടാ ഈ കമ്മിറ്റി കൂടുന്നത്. അനിശ്ചിതത്വത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്നുകൊണ്ടാ ഈ സങ്കല്പങ്ങളെ ചിലതൊക്കെ വെട്ടിപ്പിടിക്കാം, ചിലതൊക്കെ ചെയ്തെടുക്കാം എന്നീ ചിന്ത വരുമ്പോൾ വചനം പറയുക, കട്ടായം പറയുക, നാളെ നിനക്കുള്ളതല്ല. ഉറപ്പോടെ പറയാ, നാളെ എനിക്കുള്ളതല്ല, നാളെ എനിക്കുള്ളതല്ല. അത് ദൈവത്തിന്റെ കരങ്ങളിലാ. അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഈ ലോകത്തിലെ എൻ്റെ ചിന്തകൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ ഞാൻ പിടിച്ചെടുക്കുമെന്ന് വ്യാമോഹിച്ചതൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് എന്നെയും തേടി അവനൊരു ദിവസം ഇങ്ങ് വരും, മരണം. അത് കാണുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു കാര്യം പിടികിട്ടും. മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നിന്ന് ആർക്കും പിന്തിരിഞ്ഞോടാനാവാത്ത ശക്തിയാണത്. നോക്കണം, ആ മരണത്വമെന്ന യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നിന്ന് വേണം കമ്മിറ്റി കൂടാൻ. അതിൻ്റെ മുമ്പിലെ കൗൺസിൽ മതി, അതിൻ്റെ മുമ്പിലെ പ്രസംഗം മതി. ആ അനിശ്ചിതത്വം തൊട്ട് മുമ്പ് നിൽക്കവേ നമുക്ക് ഭയമൊന്നും വേണ്ട, നമുക്ക് ജാഗ്രത വേണം. ഇവരൊക്കെ എഴുതിയിരിക്കുന്നു അല്ലേ, കോവിഡ് കാലത്ത് പറഞ്ഞ പോലെ ഭയം വേണ്ട, ജാഗ്രത വേണം. എന്താണ് ജാഗ്രത? അതിൻ്റെ കാരണം എന്താ? ഇതൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ അപ്പോസ്തലൻ നമ്മെ സജ്ജരാക്കുന്ന ഒരു വെളിപ്പാടാണ് വാസ്തവത്തിൽ 1 കൊരിന്ത്യർ 15. ഈ ഒരു പശ്ചാത്തലം കൂടെ പറയണം. സഭ ഇങ്ങനെ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അതിനകത്ത് മുമ്പ് പറഞ്ഞ പോലെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള സ്കിസംസ്, അതായത് വിഭജനം രൂപപ്പെട്ടു. നിങ്ങൾക്കറിയാതെ ചില ആളുകൾ പറഞ്ഞു പത്രോസിൻ്റെ പക്ഷ, ഞങ്ങൾ കേഫ, ഞങ്ങൾ അപ്പൊല്ലോസിൻ്റെ പക്ഷ, പൗലോസിൻ്റെ പക്ഷ, യേശുവിൻ്റെ പക്ഷമാണ്. വിഭാഗീയത രൂക്ഷമായി. വിഭാഗീയതയെ അക്സെപ്റ്റ് ചെയ്യുന്ന, തൻ്റെ പക്ഷത്തെ ചേർത്തുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ സുസജ്ജമാക്കുന്ന ആ മാനുഷിക ബോധമോ ബുദ്ധിയോ പൗലോസ് ഉപയോഗിച്ചില്ല. കർശനമായി ആ അവസ്ഥയെ പൗലോസ് നേരിടാൻ തന്നെ തീരുമാനിച്ചു. ചിലതരം കാര്യങ്ങൾ അങ്ങനെ കർശന ഇടപെടൽ നടത്തിയെങ്കിലേ പരിഹാരമുണ്ടാകൂ. ആത്യന്തികമായി അത് ഗുണം ചെയ്യും. അവസാനമാണ് അതിൻ്റെ വിജയം തിരിച്ചറിയുന്നത്. കാർക്കശ്യ ബുദ്ധിയോടെ നേരിടാൻ തീരുമാനിച്ചിട്ട് ഒരു ലേഖനം അങ്ങോട്ട് തയ്യാറാക്കുക. ഇപ്പം ഇവിടെ ഉണ്ടായ ഈ സ്കിസം നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനൊരു ന്യായീകരണമുണ്ട്. പറയാം. ഒന്നാമത് ഇവരുടെ പക്കൽ ബൈബിളില്ല. കാരണം കൊരിന്ത്യ ലേഖനം കൂടെ എഴുതുമ്പോഴേ നമുക്കുള്ള പോലെ ബൈബിളുള്ളൂ. രണ്ട്, ഇവർക്ക് മുളക്കുഴ പോലെയോ തിരുവല്ല പോലെയോ കുമ്പനാട് പോലൊരു ഹെഡ് ക്വാർട്ടർ ഇല്ല. നമുക്കൊരു സർക്കുലർ അയച്ചു തരാൻ, ഡിസിപ്ലിൻ തരാൻ സൗകര്യമില്ല. അടുത്തൊരു കാര്യം, ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പത്രോസ് പറയുന്നു ശരി. അവർക്കങ്ങനെ ചിന്തിക്കാൻ കാരണമുണ്ട്. കാരണം പത്രോസ് ഒരു ഡയറക്റ്റ് ഡിസൈപ്പിളാണ്, യേശുവിൻ്റെ അടുത്ത ശിഷ്യനാണ്. പൗലോസ് അങ്ങനെ അല്ലല്ലോ. അപ്പൊല്ലോസ് പറയുന്നു ശരി. കാരണം ഈ അപ്പൊല്ലോസ് ആരാ? ഒരു താർക്കികൻ. സിദ്ധാന്തപരമായി ആരുടെ മുമ്പിലും വാഗ്വയോഗത്തോടെ പ്രസംഗിച്ച് സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു വലിയ ചിന്തകനാ അപ്പൊല്ലോസ്. പൗലോസിനൊപ്പമോ പൗലോസിന് മീതെയോ നിലവാരമുള്ള ഒരു വലിയ ചിന്തകനാണ്. അപ്പോൾ അദ്ദേഹമാകുമോ ശരി? ഇവരങ്ങനെ വെറുതിരിയ. പിന്നെയും ചില വിഷയങ്ങൾ ഉടലെടുത്തു. അങ്ങനെ ഉടലെടുത്ത വിഷയത്തിൻ്റെ കൂടെ ഒരു ദുരുപദേശം കൂടി കിടക്കാൻ പോവാം. ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഗ്രൂപ്പീസൊക്കെ നമുക്ക് നല്ലൊരു കർത്തൃമേശയും ശുശ്രൂഷയൊക്കെ നടത്തി അങ്ങ് പരിഹരിക്കാം, പോട്ടെ. അങ്ങനെയാണ് ഒരു നിരപ്പിൻ്റെ അനുഭവത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അതൊക്കെ നമ്മുടെ പൂർവീകർ തെളിയിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ സഭകളിലൊക്കെ രൂപപ്പെട്ടു വന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ മനുഷ്യൻ കൂടുന്നിടത്തൊക്കെ പ്രശ്നമുണ്ട്. അതുകൂടെ ഉൾക്കൊള്ളണം. ദൂതന്മാരല്ല കൂടുന്നത്. ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു പോകാം. നമ്മുടെ മുമ്പിൽ റോൾ മോഡലുകളുണ്ട്, അത് കണ്ടുപോകാം. പക്ഷെ പ്രശ്നം അതല്ലേ, അതിനപ്പുറത്തൊരു വിഷയം.
ചിലർ പറയാൻ തുടങ്ങി, മരണം കൊണ്ടൊക്കെ ഇത് തീർന്നിടാവൂ, ഇതിനപ്പുറത്തൊന്നും കാര്യമില്ല. സ്വർഗത്തിലാരാണ്ട് പോയിട്ട് വന്നോ, സ്വർഗത്തിലാരാണ്ട് ഇതുവെല്ലാം കണ്ടോ? ഇങ്ങനെ പറയുന്ന ചില ചിന്തരെ നമുക്കിന്ന് കാണാം, യൂട്യൂബിലൊക്കെ കാണാം. നമുക്കറിയാം, ഈ സന്തോഷ് ജോർജ് കുളങ്ങര എന്നൊരു മാന്യ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചാനലൊക്കെ നമ്മളിരുന്ന് കാണുമായിരുന്നു. സഫാരി, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാം, സഞ്ചാരം. അങ്ങനെ അദ്ദേഹം പറയുക, സ്വർഗത്തിൽ ഭൂമിയിൽ പിന്നെ ഒരു സുഖമല്ലാത്തൊരു പദമാണ് പറയുന്നല്ലേ. ഈ പദം ബനാന, വാഴയ്ക്കെന്നാണ് പറയുന്നത്. പക്ഷേ ചില പദങ്ങളുടെ ഇൻഡോണേഷൻ എന്താ പറയുക, ഈ ശബ്ദം ഉപയോഗിക്കുമ്പോൾ അതിൽ പ്രയോഗിക്കുന്ന ഗ്രാവിറ്റി അനുസരിച്ച് അർത്ഥം മോശമായിട്ട് വരും. അങ്ങനെയാണ്. എന്ത് വാഴയ്ക്ക ഭൂമിയിൽ സൃഷ്ടിക്കാത്ത ദൈവം സ്വർഗത്തിലിരുന്ന് എന്തോ കാണിക്കുന്ന പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒരു ചോദ്യമാണ്. പിന്നെ ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഞാൻ അവരെ കുറ്റം പറഞ്ഞല്ല, കാരണം ദൈവത്തെക്കുറിച്ച് പഠിക്കുകയല്ല ചെയ്യേണ്ടത്, കൺവിക്ഷൻ ഉണ്ടാകാതെ ഒരു ചിന്തയിൽ നിന്ന് വന്നാണ്. പക്ഷേ ഓർക്കണം, നമ്മൾ ഈ പാദം നിൽക്കുന്ന ഭൂമിയെപ്പറ്റി മാത്രം പഠിച്ചാൽ മനസ്സിലാകും ദൈവസൃഷ്ടിയുടെ മഹാത്മ്യം അതെത്ര വലുതാണെന്നല്ലേ, എത്ര വലുതാണെന്ന്. അതറിഞ്ഞ സങ്കീർത്തനക്കാരൻ പറയുന്നേ, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പാദം നിൽക്കുന്ന ഈ ഭൂമിക്ക് 23 ഡിഗ്രി ചെരിവ്. 23 ഡിഗ്രിയിൽ ചെരിയുന്ന ഭൂമി സ്വയം കറങ്ങുന്നു. ഭൂമിയെ ചന്ദ്രൻ വലം വയ്ക്കുന്നു, രണ്ടുപേരും ഒരുമിച്ച് സൂര്യനെ വലം വയ്ക്കുന്നു. അതിനാ 365 ദിവസം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ യാത്ര ഒരു ഓർബിറ്റിലൂടെയാണ്, ഒരു സാങ്കല്പിക സഞ്ചാരപാതയിലൂടെയാണ് ഈ യാത്ര. പ്രപഞ്ചത്തെ ഇങ്ങനെ സ്വയം ഭൂമി കറങ്ങുന്നില്ലെങ്കിൽ നമുക്ക് പകലും രാത്രിയില്ല. പകലും രാത്രിയും ഉണ്ടാകണമെന്നും ഒരു ബയോ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, അതായത് ജീവിക്കാനാവശ്യമായ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാകണമെന്നും ചിന്തിച്ച് ഈ ഭൂമിയെ ആക്കിയ നമ്മുടെ ദൈവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗണിതശാസ്ത്രജ്ഞൻ എന്ന് ഞാൻ പറയും. അതിൻ്റെ കാരണം അറിയാമോ? ഇത്രയും മാത്തമാറ്റിക്സ് കൃത്യം പ്രയോഗിച്ച ഒരാളില്ല. പറയാം പ്രിയരേ, ഈ ഭൂമിയുടെ ചെരിവ് 23 ഡിഗ്രി എന്നുള്ളത് ഒരല്പം, ഒരു മില്ലിക്ക് തെറ്റി. ഒരു മില്ലിക്കൊക്കെ തെറ്റിയെങ്കിൽ ഒരു എഞ്ചിനീയറും പറയുകയല്ല ബിൽഡിങ് പൊളിക്കാൻ. നമുക്ക് എങ്ങനെയല്ല അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? വലിയ ചെരിവ് വരല്ലെന്ന്. 23 ഡിഗ്രി ഒരു മില്ലിക്ക് തെറ്റി 24ലേക്ക് അങ്ങോട്ടങ്ങ് ചെരിഞ്ഞു. സംഭവിക്കുന്നത് ഭൂമി കത്തി 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 ഒരു കരിക്കട്ടയായിത്തീരും. 23, 22ലേക്ക് മാറിയാലോ ഭൂമി തണുത്തുറഞ്ഞുറഞ്ഞുറഞ്ഞ് വർഷങ്ങൾ കൊണ്ടൊരു മഞ്ഞ് ഗോളമായി തീരും. ജീവിക്കാൻ കഴിയില്ല. 24ൻ്റെ ചൂടിൽ നിന്നും 22ൻ്റെ തണുപ്പിൽ നിന്നും ഇന്ന് കാണുന്ന ബയോ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ ഈ ഭൂമിയെ തൂക്കിയിട്ടിരിക്കുന്ന മഹാരഥൻ അതാ ദൈവം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കുമ്പോൾ മർത്തനെ വിചാരിപ്പാൻ അവനെന്ത്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാം സൃഷ്ടിയിലുണ്ട് അത്ഭുതം, ആ മഹാത്മ്യമുണ്ടെന്നേ. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ദൈവത്തെ നിരാകരിക്കുന്നവൻ വസ്തുതാപരമായി കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. യുക്തിയുടെ രാഹിത്യമാണ് അവൻ്റെ പ്രശ്നം, യുക്തി കൂടിയതല്ല. യുക്തിപരമാണ് ചിന്തയെങ്കിൽ ഒരു സർവശക്തനെ നിങ്ങൾ കാണേണ്ടി വരും. സ്തോത്രം. ഞാൻ ഇവിടുന്ന് ഒരു നിറം കലക്കിയ വെള്ളം താഴെ ഒരു പ്രതലം വച്ചിട്ട്, വെള്ള നിറമുള്ളൊരു പ്രതലം വച്ചിട്ട് അങ്ങോട്ടൊഴിച്ചു. അവ്യക്തമായൊരു ചിത്രം അവിടെ രൂപപ്പെട്ടു വരും. അർത്ഥമില്ലാത്തൊരു ചിത്രം. അർത്ഥമുള്ള ചിത്രം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ബ്രഷ് ഉപയോഗിക്കണം, വെള്ളം ഉപയോഗിക്കണം, ഇതിനളവുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ തിരക്കി അറിയാം. ഞാൻ പണ്ട് നാട്ടിൽ അറിയപ്പെടുന്ന ഇത്തരത്തിൽ ചിത്രം വരയ്ക്കുന്ന ഒരാളായിരുന്നു. ഈ ഇലക്ഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല തിരക്കായിരുന്നു. കൈപ്പത്തിയും താമര അരിവാളും ഒക്കെ വരയ്ക്കാൻ പാർട്ടി ഭേദമന്യേ നമ്മുടെ വീട്ടിലെ ആളുകൾ വരുമായിരുന്നു. ഞാൻ ശുശ്രൂഷയിലായിക്കഴിഞ്ഞും വീണ്ടും ഈ കൂട്ടുകാരൊക്കെ വരുമായിരുന്നു, പണി നിർത്തിയിട്ടും.
അങ്ങനെ ഡിമാൻഡുള്ളൊരു കാലം ഉണ്ടായിരുന്നു. പണ്ട് ഈ അളവറിയാം നമുക്ക് കൃത്യം എങ്ങനെ വരയ്ക്കണം. വരയുടെ സൗന്ദര്യം അതിൻ്റെ അളവാണ്, അല്ലേ? അതിൻ്റെ അളവാണ്. അപ്പോഴേ ഇതൊന്നും ഇല്ലെങ്കിലും വരച്ച ഇനി എല്ലാവർക്കും ഒരു ചിത്രകലയും പഠിക്കാത്തവർക്കും വരയ്ക്കാൻ പറ്റിയൊരു ചിത്രം ഞാൻ പറഞ്ഞുതരാം. ആർക്കും വരയ്ക്കാം, ആർക്കും വരയ്ക്കാം. പിശാചിൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആർക്കും വരയ്ക്കാൻ പറ്റും. നിങ്ങൾ എന്തോ വരയ്ക്കുന്നു അതുപോലെ. എന്താ കാര്യം? നമുക്കതറിയാം. ഒരു വികൃത രൂപിയൊക്കെ വരച്ച് ആർക്കും വരയ്ക്കാൻ പറ്റും. അങ്ങനെ കണക്കൊന്നും വേണ്ട. എന്നാൽ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ അണിയിച്ചൊരുക്കിയ മഹാദൈവം എത്ര മനോഹരമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നോക്കിയേ. ആ ഗണിത തത്വം എത്ര വലുതാണ്. പക്ഷേ അവറ്റകൾ പറയാൻ തുടങ്ങി അങ്ങനൊരു ദൈവമൊന്നുമില്ല. കേട്ടോ, നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടാ? ഈ ഗണിതം പഠിച്ചിട്ടുണ്ടാണോ? അതിന് വേറൊരു തത്വം കൂടി പറയാം. വെള്ളം തരാനല്ല, വെള്ളം എടുക്കുക. ആ വെള്ളത്തിൽ 2 കാര്യങ്ങളാണ്. ഹൈഡ്രജൻ്റെ 2 ആറ്റം, ഓക്സിജൻ്റെ 1 ആറ്റം. എന്താ ഈ ഹൈഡ്രജൻ്റെ പണി? നല്ല സ്ഫോടനാത്മകമായ ഒരു ഇന്ധനമാണ്. അപ്പോൾ ഹൈഡ്രജൻ ഹീലിയമാകുന്നൊരു ട്രാൻസ്ഫോർമേഷനാണ് സൂര്യനിൽ സംഭവിക്കുന്നത്. ആറ്റം ബോംബുകൾ പ്രയോഗിക്കുന്നതിനേക്കാൾ വലിയ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. ഈ സാധനത്തിൻ്റെ പേര് ഹൈഡ്രജൻ. ഓക്സിജനോ നമുക്ക് പ്രാണൻ തരുന്ന നശീകരണ സ്വഭാവം ഇല്ലാത്ത ഒരു മൂലകം. ഒന്നിൻ്റെ ബലം മുകളിലേക്ക്, ഒന്നിൻ്റെ ബലം താഴേക്ക്. ഒന്നിന് നിറമില്ല, മറ്റൊന്നിന് നിറമുണ്ട്. ഒരിക്കലും യോജിക്കാത്ത സ്വഭാവ വൈരുദ്ധ്യങ്ങളുള്ള ഈ 2 മൂലകങ്ങളെ അളവനുസരിച്ച് യോജിപ്പിച്ചപ്പോൾ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത രുചികരമായ ദാഹജലം. ഇങ്ങനെ ചെയ്യാൻ കഴിവുള്ള ഒറ്റ കെമിസ്റ്റേ ലോകത്തുള്ളൂ, അത് ദൈവമാണ്. ആ പ്രപ്പോർഷൻ കണ്ടില്ലേ? ആ കണക്ക് തെറ്റിയാൽ എവിടെ പോയി നിൽക്കും? സ്ഥിതികൾ എന്തായിത്തീരും? ആലോചിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, വെള്ളം ഒഴിച്ച് വണ്ടി ഓടിക്കും എന്നൊക്കെ പറയാമല്ലോ. അത് പറ്റുന്നൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ വെള്ളം വൈദ്യുതി കടത്തിവിട്ട് 2ആക്കി മാറ്റുമ്പോൾ ഓക്സിജൻ അതിൻ്റെ ബൈ പ്രൊഡക്ഷനായിട്ട് പോകും. അന്തരീക്ഷ മലിനീകരണം ഇല്ല. ഹൈഡ്രജൻ രൂപപ്പെടും, അത് ഇന്ധനമായി മാറും. ആ ഇന്ധനം കൊണ്ട് വണ്ടി ഓടിക്കും. സംഗതി എളുപ്പമാണ്. പക്ഷെ എന്താ വരാത്തതെന്നറിയണ്ടേ? പെട്ടെന്ന് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ ലോകോത്തര കമ്പനികളൊക്കെ പൊട്ടിപ്പോകും. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും, ആടിമൂടി തകരും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഇന്ധന സംവിധാനങ്ങളും കണ്ടെത്തലുകളൊക്കെ ലോകത്ത് നടന്നിട്ടുണ്ട്. മൈലുകൾ നമുക്ക് ഇന്ധനക്ഷമത തരുന്ന സംവിധാനങ്ങൾ ചെലവ് ചുരുക്കി ചെയ്യാൻ പറ്റും. നോക്കി നിൽക്കെ ഇങ്ങനെയൊക്കെ ഒരു കണ്ടെത്തൽ വന്നാൽ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒറ്റയടിക്ക് പൊട്ടും. ഗൾഫ് അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ കേരളം പൊട്ടും, ഇന്ത്യ പൊട്ടും. അങ്ങനെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ കുത്തനെ ഇടിയും. കാരണം സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? ഒരു സ്ഥലത്തെ ദാരിദ്ര്യമുള്ളത് കൊണ്ടാണ് മറുഭാഗത്ത് സമ്പത്തുണ്ടാകുന്നത്. കാരണം ഈ വാക്വം പൂരിപ്പിച്ച് കയറണം. എനിക്ക് മനസ്സിലായില്ല. നമ്മൾ കമ്പ്യൂട്ടറും ഇല്ലാത്തതുകൊണ്ട് അത് മേടിക്കാൻ തയ്യാറാകുമ്പോഴേ കമ്പനി നിലനിൽക്കത്തുള്ളൂ. നമുക്കെല്ലാം ലാപ്ടോപ്പും ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ആ പർച്ചേസിങ് പവർ കുറയും. മനസ്സിലായല്ലോ ഇതൊക്കെ? അപ്പോൾ എന്തിനാ പറഞ്ഞു വന്നേ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഗണിതമൊക്കെ വിടാം. നമ്മൾ ദൈവത്തെ അറിഞ്ഞത് ഈ ചിന്ത കൊണ്ടൊന്നുമല്ല. നമ്മളെങ്ങനെ അറിഞ്ഞേ? യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെ അറിഞ്ഞേ. ദൈവമുണ്ടോ എന്നൊരു ചോദ്യം പോലും നമ്മുടെ ഇടയിലില്ല. ഇന്നും അവൻ എന്നോട് ഇടപെട്ടു. ഞാൻ അവനോട് സംസാരിച്ചു. അവൻ്റെ സാന്നിധ്യം ഞാനിതാ ഇവിടെ അറിഞ്ഞുകൊണ്ടിരിക്കുക. അവിടുത്തെ നിറവ് ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. മാനുഷിക ശബ്ദത്തെ വെല്ലുന്ന മനോഹരമായ ആ ശബ്ദം ഞാൻ കേട്ടുകഴിയുമ്പോൾ ബാക്കിയൊക്കെ മറക്കുക. ആ ശബ്ദത്തിനാണ് ഞാൻ കാതോർത്തിരിക്കുന്നത്. ആ ആകാംക്ഷയോടെയാണോ കൊരിന്ത്യരെ നിങ്ങളെത്തിയത് എന്ന ആ താക്കീതോടു കൂടിയാണ് പൗലോസ് ചോദിക്കുക, പൗലോസ് നിങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ടുവോ? കേഫയാണോ ക്രൂശിക്കപ്പെട്ടെ? ഞാനും നിങ്ങളിവിടെ വന്നത് തമ്പുരാൻ്റെ സാന്നിധ്യം അറിയാനാണെങ്കിൽ കൃതജ്ഞത പറഞ്ഞ വഴിക്ക് പാസ്റ്റർ നമ്മുടെ പേര് വിട്ടുപോയാൽ ഒന്നും തോന്നത്തില്ല. പേരിൻ്റെ കൂടെ പാസ്റ്റർ എന്ന് വിളിക്കേണ്ടതിന് പകരം ബ്രദർ എന്ന് പറഞ്ഞാലോ, പേര് പറഞ്ഞപ്പോൾ മുഴുവൻ വന്നില്ലെങ്കിലോ നമുക്കൊന്നും തോന്നൂല. അത്രേ തോന്നുള്ളൂ. പരമാവധി വന്നാൽ എന്നെപ്പോലൊരു മനുഷ്യൻ അത് ഓർത്തില്ല, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ?
എന്നെ പരിഗണിച്ചില്ല, അത്രയും പേര് നിൽക്കുമ്പോൾ ഒന്നും ചിരിച്ചില്ല എന്ന തോന്നൽ നമുക്ക് വരില്ല. എന്തിനാ ഇവിടെ വന്ന്? മഹാരാജാവിൻ്റെ സാന്നിധ്യം അറിയാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ നമുക്ക് നല്ല പരിചയമുള്ള ഒരാളാകും ഇവിടെ ജയിച്ചത്. ഇന്നലെ വരെയും കണ്ട തോമസ് ചേട്ടൻ, ലീലാമ ചേച്ചി, നമ്മളിന്നവരെ കണ്ട ഗോവിന്ദൻ, ഈ ജയിച്ചിങ്ങോട്ട് വരുമ്പോൾ പിന്നെയും കാണാൻ പോകുന്നത് എന്തിനാ? ഇന്നലെ കണ്ട ആൾ തന്നെയല്ലേ? ഇന്നലെ നമ്മൾ കണ്ടാണല്ലോ. എങ്കിലേ വരുമ്പോൾ എന്തിനാ? ഈ ജയമെടുത്തവനെ കാണുന്ന ഒരു ഐശ്വര്യം, അതാ അതിന് വന്നാണ്. അതിനാ ചർച്ചക്കൂടിലും IPCയിലും എല്ലാം മാറി മാറി യോഗത്തിനുവന്ന് എന്തിനാ? ജയമെടുത്തവനെ ഒന്നുകൂടെ കാണണം. ഹല്ലേലൂയ. ജയമെടുത്തതിന് പ്രത്യേകതയുണ്ട്. ആ മുഖത്തുണ്ട് ഒരു നിശ്ചയദാർഢ്യം. അതാ മുഖം വലിഞ്ഞു മുറിയൊന്നുമല്ല ഇരിക്കുന്നത്, സന്തോഷമാണ്. ആ മുഖം ആ കരം നീട്ടി. ഞങ്ങളിങ്ങോട്ട് പോരുമ്പോൾ LDF, UDF, BJP എല്ലാം ഞങ്ങളിങ്ങനെ കൈ കാണിച്ചു, ഞങ്ങളും കാണിച്ചു. എന്നെക്കൊണ്ട് വല്ല പ്രയോജനം ഇവർക്കാർക്കെല്ലാം ഉണ്ടോ? എത്ര മൈലാകലെ എൻ്റെ വോട്ട്? ഇവരെല്ലാം ഇങ്ങനെ കാണിക്കുന്നു. നേരത്തറിയോ, കിട്ടിയ ജയത്തിൻ്റെ ഒരു അളവ് നമുക്കൂടുള്ളതാണ്. അവർക്ക് ഇനിയും വിരോധമൊന്നുമില്ല. നമ്മുടെ MLA, നമ്മുടെ MLA, നമ്മുടെ MP, നമ്മുടെ മെമ്പറാണെന്നത്. അങ്ങനെയല്ലേ? അങ്ങനെയാണ് കാണേണ്ട ജീവിതത്തെ. ദൈവം ആക്കിയത് അവരെ. അങ്ങനെ എഴുതി ഒറ്റ പുസ്തകം ലോകത്തേ ഉള്ളൂ, അത് ബൈബിളാണ്. സ്തോത്രം. ദൈവം അവരാക്കിയിരിക്കുന്നത്. ആര് വന്നാലും തമ്പുരാനാക്കിയതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബൈബിൾ എന്ത് കൃത്യമായിട്ടാണ് പൊളിറ്റിക്സൊക്കെ കൈകാര്യം ചെയ്തേക്കുന്നല്ലേ? അപ്പോൾ നമ്മൾ ഈ ജയിച്ചവനെ പിന്നെയും കാണാൻ അങ്ങോട്ടില്ല. അപ്പോൾ ആ കൂടെ കുറേ പേരുണ്ടല്ലോ, അവരെല്ലാം കൈ കാണിക്കും. സഹോദരന്മാരെ ക്ഷമിക്കണം, നിങ്ങളെയൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങളിപ്പോൾ മൈൻഡ് ചെയ്യുന്ന ആരെയാ? ഓരോ വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരാളുണ്ടോ നറുക്കിട്ട് വന്നാലും മതിയെന്നേ. ആളിനെ കാണുമ്പോൾ നമുക്ക് ഒരു സംതൃപ്തി. പക്ഷെ ജയാളിയായവൻ ഇന്ന് രാത്രി നമ്മുടെ കൂടെ ഉണ്ടെന്ന്, ജയം ശീലമാക്കിയവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. അവനെ നമ്മൾ ഇന്ന് ഹൃദയവും മനസ്സും എല്ലാം തുറന്ന് ആരാധിക്കുമ്പോൾ ഇവിടെ ഞാനെന്നൊരുത്തനെ പരിഗണിക്കേണ്ട, എനിക്ക് കൃതജ്ഞത വന്നോ, എനിക്ക് ആഹാരം കിട്ടിയോ, എന്നെ വിളിച്ചിരുത്തിയോ, എന്നെ ആദരിച്ചോ എന്നുള്ള ആ ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോഴൊക്കെ ആ ദൈവ സാന്നിധ്യം അറിയാതെ നമ്മളെ വിട്ടു പോകുന്നുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഒന്ന് മനസ്സിലാക്കണം, ലോകത്താർ അവഹേളിച്ചാലും അപമാനിച്ചാലും ഒറ്റപ്പെടുത്തിയാലും ജയാളിയായവൻ എന്നെ കാണുമ്പോൾ ആ കരം വീശി കാണിക്കും. ആ ജഗത്തിൻ്റെ ഒരു അളവ് എനിക്കും നൽകിത്തരും. ഞാൻ എങ്ങും പിന്നിൽ പോയി നിൽക്കാൻ ഇടവരാത്ത വിധത്തിൽ എന്നെ മാറോട് ചേർക്കുന്ന വാത്സല്യത്തിന്റെ പേരാ നസ്രയനായ യേശു. ആ ജയാളിയായവനെ ഈ രാത്രി വചനം കേൾപ്പവരുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ ഒരേ സ്വരത്തിൽ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം. ഈ വർത്തമാനമൊക്കെ കേട്ടു പൗലോസ്, മരണത്തോടെല്ലാം തീരും, അതുകൊണ്ട് പരമാവധി നിങ്ങൾ എൻജോയ് ചെയ്താട്ടെ, സന്തോഷിച്ചാട്ടെ. ഇതൊക്കെയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ വായിച്ച ഒരു പുസ്തകമുണ്ട്. മിക്കപ്പോഴും ഞാൻ വീട്ടിൽ ബാക്കിയുള്ളവർ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി സിറ്റൗട്ടി വന്ന് കിടന്നാണ് വായിക്കുന്നത്. ഈ വെട്ടമൊന്നും അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഒരു വലിയ അനുഭവം പ്രകീർത്തിക്കുന്ന ഒരു പുസ്തകം. നമ്മുടെ ഡോക്ടർ ഓമന റസൽ പരിഭാഷപ്പെടുത്തിയാണ്. വാനിയ എന്നതിൻ്റെ പേര്. ഈ വാനിയ എന്നൊരു പുരുഷൻ്റെ പേരാണ്, ഒരു റഷ്യൻ സുവിശേഷൻ്റെ പേരാണ്. ഇത് കേരള നിയമസഭയിലെ എല്ലാ MLA-മാർക്കും ഫ്രീ ആയിട്ട് എത്തിച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥർക്കും എത്തിയിട്ടുണ്ട്. 100ഓളം കോപ്പി, 1000ഓളം കോപ്പിയോ മറ്റോ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അറിവ് ഉദ്യോഗസ്ഥർക്കും എല്ലാം കൊടുക്കാൻ. എൻ്റെ അറിവ് എങ്ങനെ? അതൊരു പട്ടാളക്കാരനായിരുന്നു. റഷ്യയിൽ 1970-കളിൽ മതപരമായ വലിയ നിയന്ത്രണം നിൽക്കുന്ന കാലമാണ്. എങ്കിലും ലെനിൻ ഡിക്രി .5 എന്നൊരു ലോ ഉണ്ടായിരുന്നു. ലെനിൻ്റെ ഒരു വിളംബരമാണ്. ലെനിൻ അനുവദിച്ചു മതമാകാം, പക്ഷെ അത് പബ്ലിക്കിലൊന്നും പറ്റില്ല. മതപരമായൊരു ശവസംസ്കാരം വേണോ ആകാം, പുരോഹിതൻ വേണേ ആകാം, പക്ഷേ പള്ളിക്ക് പെർമിഷൻ വേണം, ലൈസൻസ് വേണം. ഞങ്ങൾക്കറിയണം ആ പള്ളികളിൽ ഏത് ഘട്ടത്തിലും KGB പ്രവേശിക്കും, റഷ്യയുടെ ചാരപ്പ സംഘടന. അത് റഷ്യയുടെ അടിസ്ഥാനപരമായ ചിന്ത നാസ്തികതയാണ്. അതിനെതിരെയൊന്നും പറയാൻ പറ്റില്ല, അതിനെതിരെയൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു, പ്രശ്നമൊന്നുമില്ല. അങ്ങനൊരു ആ ചെറിയ പോയിൻ്റ് ഉണ്ടല്ലോ, ലെനിൻ ഡിക്രി .5 ലോ, അതിൻ്റെ ക്ലോസാണ് 5. ഇത് വെച്ച് സഭകളങ്ങ് വളർന്നു. ആ കൂടെ ക്രിസ്തീയ സഭകൾ
വേർപെട്ട അധികം മക്കളുടെ സാന്നിധ്യമൊക്കെ അവിടെ ഉണ്ടായപ്പോൾ ഒരു വീട്ടിൽ 3 മക്കളുണ്ടായിരുന്നു, ഒരു പിതാവിന്. അതിലൊരാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു പയ്യനായിരുന്നു, അതായത് ഈ വാനിയ. അയാൾക്ക് ഈ പട്ടാളത്തിൽ സെലക്ഷൻ കിട്ടുക. അയാൾ തീരുമാനിച്ചു, എൻ്റെ ജീവിതം മുഴുവൻ യേശുവിന് വേണ്ടിയാണ്, പക്ഷെ എനിക്കിപ്പോൾ വന്നിരിക്കുന്ന നിയോഗം ആർമിയിലേക്ക്. ഞാൻ എന്ത് ചെയ്യും? കുറേ പ്രാർത്ഥിച്ചപ്പോൾ ഒരു നിയോഗം, നീ പോവുക. അവൻ പറഞ്ഞു, എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, എനിക്ക് മനുഷ്യനെ മുറിവേൽപ്പിക്കാൻ വയ്യ, എനിക്ക് ആരെയും ശത്രുവായി കാണാൻ വയ്യ, നീ പോവുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനുണ്ട്, അയാളൊരു എത്തിസ്റ്റാണ്. അയാൾ റഷ്യയോട് വലിയ കൂറുള്ള ഒരാളാണ്. അയാൾ പറയാണ്, നിൻ്റെ ഈ സ്വഭാവമെല്ലാം അവിടെ ചെല്ലുമ്പോൾ മാറും, പ്രാർത്ഥനയൊക്കെ മാറിക്കോളും, നീ നന്നായി വരും. കാരണം ഈ പ്രാർത്ഥന ഒരു വേസ്റ്റാ. കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഞാൻ ഇത്രയായി പ്രാർത്ഥിച്ചിട്ടാണോ? നിനക്കുള്ളതല്ല എനിക്കുമുണ്ട്, പ്രാർത്ഥിച്ചിട്ടാണോ? നിന്നെക്കാൾ എനിക്ക് ആരോഗ്യമുണ്ട്, പ്രാർത്ഥിച്ചിട്ടാണോ? പ്രാർത്ഥിച്ച നിനക്കും പ്രാർത്ഥിക്കാത്ത എനിക്കും ഒരു കുഴപ്പമില്ല. ലോകമനുഷ്യൻ്റെ ചിന്തയുടെ ഒരു ശബ്ദം അത് തന്നെയാണ്. അതിൽ പട്ടാളത്തിൽ ചെന്നു. ആദ്യം തിരഞ്ഞത് പ്രാർത്ഥിക്കാനൊരിടാ. ആ പ്രഥമ ദിവസം തന്നെ രാവിലെ 5 മണിക്ക് ഉണരണം, 15 കിലോമീറ്റർ ഓടണം, തദനന്തരം ബ്രേക്ക്ഫാസ്റ്റിന് വരണം. പക്ഷേ ഈ ആദ്യ ദിവസത്തെ 15 കിലോമീറ്റർ ഓട്ടത്തിന് മുമ്പ് തന്നെ വാനിയ പ്രാർത്ഥിച്ചു. ഒഴിഞ്ഞു കിടന്നൊരു മുറിയുണ്ട്, അത് തുറന്ന് പ്രാർത്ഥിക്കും. ഒടുക്കം ഇത് കണ്ടുപിടിച്ചിട്ട് മേലധികാരി ചോദിച്ചു, നീ എന്തിനാ ഈ പ്രാർത്ഥിക്കുന്നത്? അതെനിക്ക് അധർമ്മമൊന്നും ഇവിടെ പ്രവർത്തിക്കാൻ ഇടവരാതെ എന്നെ സംരക്ഷിക്കണം, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണം. യുദ്ധത്തിൽ ഇടപെട്ടു പോയി ആളുകളെ കൊന്നൊടുക്കാനൊന്നും വയ്യ. അദ്ദേഹത്തിന് അതൊന്നും വിശ്വാസമില്ല. അവനെ വാച്ച് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ഈ പ്രാർത്ഥന മാറണമെങ്കിൽ ക്രിസ്തീയ സഭ ലോകത്ത് ചെയ്തു വെച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഇവനെ പഠിപ്പിക്കാൻ പറഞ്ഞു. നമ്മുടെ തന്നെ കുറേ കാര്യം അവനെ പഠിപ്പിച്ചാൽ മതി, അവനങ്ങ് പിന്മാറി പൊക്കോളും, അല്ലേ? അവനങ്ങ് പൊക്കോളും, എളുപ്പമാണ്. തെളിവടക്കം ക്ലാസ് എടുത്ത് മാറ്റിയിട്ടും വാനിക്ക് മാറ്റമില്ല. അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രാർത്ഥന ശക്തിപ്പെട്ടു വന്നപ്പോൾ സെർജി എന്ന് പേരുള്ളൊരു കൂട്ടുകാരനെ പരിചയപ്പെട്ടു. അവനും ഇതുപോലെ. ഇവരെ 2 വഴിക്ക് മാറ്റി, പക്ഷെ എങ്ങനെ നോക്കിയാലും ഇവർ ഒന്നിച്ചു വരും. നല്ല പ്രാർത്ഥന. ഇവിടേക്ക് ഇവൻ്റെ ശല്യമായി മാറിയ ഈ മനുഷ്യനെ ഇതിന് തിരിപ്പിച്ചേ പറ്റൂ. ഇവനെക്കുറിച്ചൊരു ശ്രുതി പരന്നു. ഇവനേതോ അമേരിക്ക പോലുള്ള രാഷ്ട്രത്തിൻ്റെ ചാരനാണ്. KGB അന്വേഷണത്തിന് വന്നു, പഠനം നടത്തി. അവനെ മാറ്റിയെടുത്തേ പറ്റൂ. മാറ്റാൻ 2 മേലുദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു. ഏതളവിൽ ഇടപെടാ, 0 ഡിഗ്രി മൈനസിന് താഴേക്ക് കൊണ്ടെത്തിച്ച് കനത്ത തണുപ്പിൽ ഒരു രാത്രി മുഴുവൻ ഇട്ടു. ഒരു രാത്രി മുഴുവൻ മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്നവൻ അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്താ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ആ മഞ്ഞ് കണങ്ങൾ തന്നെ മൂടി ശരീരമാസകലം മഞ്ഞിൽ പൊതിഞ്ഞു വരുന്നവന് മരണം ഭവിക്കാതിരുന്നത് കണ്ട് അവർ അമ്പരന്നു. അടുത്തത് 300 കിലോമീറ്റർ അകലെ ദൂരമുള്ളൊരു തടവറയിൽ കൊണ്ടിട്ട് പീഡിപ്പിച്ചു. ആ തടവറയിലെ പീഡയുടെ ഒരു പ്രത്യേകത, ശരീരത്തിലേക്ക് നമ്മൾ ഈ BP ഒക്കെ നോക്കുന്ന പോലുള്ള സംവിധാനമുണ്ടല്ലോ, ഇതുപോലൊരു ഉടുപ്പിടിവിക്കും. എന്നിട്ടിങ്ങനെ എയർ കയറ്റിവിടും. അകത്തേക്ക് ഒട്ടി പ്രഷർ കൂടി ശ്വാസം മുട്ടും. ഒരു രാത്രി മുഴുവൻ മരണാസനനായി നിന്നിട്ടും മരിച്ചാലൊന്നും അവിടെ ഒന്നുമില്ല. അങ്ങനെ നിന്നു. അവൻ വന്നിട്ട് ആളോട് പറയും, ഞാൻ ദൂതന്മാരെ കണ്ടു, അവരെന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, മരിച്ചാലും പേടിക്കാനൊന്നുമില്ല. ഇപ്പം ഞങ്ങളെക്കുറിച്ച് നീ ഒരു കാഴ്ച മാത്രമാണ് കണ്ടെങ്കിൽ, മരണം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പവറല്ല, ഞങ്ങൾ നിൻ്റെ സേവകാത്മാക്കളായി മാറും. നിനക്കാണ് അധികാരം, നിനക്കാണ് ശക്തി. അവനെ അങ്ങനെ സന്തോഷിപ്പിച്ച വാക്കുകളൊക്കെ കൂട്ടുകാരോട് പറയും. ഈ മനുഷ്യനൊരു തലവേദനയായി മാറി. ഒടുക്കം പിന്നെ പരിഹസിച്ച ആളുകൾ ഒത്തുകൂടുമ്പോൾ ഒരു ചോദ്യം, നീ പറയുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ, അവിടുത്തെ ഒരു കൂട്ടുകാരൻ പറയാ, പട്ടാളക്കാരൻ പറയാ, എനിക്ക് നാളെ അവധി കിട്ടണം, വീട്ടിൽ പോകണം, ഒരു സാധ്യതയില്ല. നോക്കണം. അദ്ദേഹം പറഞ്ഞു, കൂട്ടുകാരാ, ഇതൊരു പരീക്ഷണയുടെ ഒന്നുമല്ല,
നീ എന്നോട് ഒരു വാദവും വെച്ചിട്ടില്ല, പക്ഷെ വേറൊരുത്തൻ ആ വാദം ഏറ്റെടുത്തിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പാണ്. കാരണം നിന്നോട് പറയാൻ ഞാൻ അശക്തനാണ്. ആ വാദം അവൻ ഏറ്റെടുക്കുകയും അതിൻ്റെ ചുമതലക്കാരനായി എന്നെ ഇവിടെ ഇരുത്തുകയും ചെയ്താൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിൻ്റെ വഴി സുഗമമാകും. ആ രാത്രി മുഴുവൻ വാനിയ പ്രാർത്ഥിച്ചു. പ്രഭാത ഭക്ഷണത്തിന് പോകുമ്പോഴേക്ക് അറിയിപ്പ് വന്നു, ഇവനെ അവധി. ഇതെങ്ങനെ കിട്ടിയെന്നറിയില്ല. പിന്നെ മനസ്സിലാകുന്ന നാളുകൾക്കപ്പുറത്ത് അവൻ കൊടുത്തൊരു അപേക്ഷ തലേ രാത്രി പരിഗണിച്ച് സന്ദേശം വന്ന പട്ടാള ക്യാമ്പിൽ 200 പേര് മാനസാന്തരപ്പെട്ടു. ഒറ്റ കാരണത്താൽ 200 റഷ്യൻ പടയാളികൾ ചെമ്പട 200 പേർക്ക് മാറ്റമുണ്ടാകാൻ സുവിശേഷ യോഗമോ പരസ്യയോഗമോ ട്രാക്ട് വിതരണമോ കൗൺസിൽ കമ്മിറ്റികളോ ഇവാഞ്ചലിസത്തിന് സ്വീകരിക്കുന്ന ഏതെങ്കിലും മെത്തഡോളജികളോ അല്ല ദൈവം ഉപയോഗിച്ചത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മുഴങ്കാലിരുന്നുള്ള മഞ്ഞണിഞ്ഞ ആ മാമലകളുടെ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണീരിനെ ദൈവം മാനിച്ചു. ചെമ്പടയുടെ 200 കരുത്തന്മാർ യേശുവിൻ്റെ ധീര സമരസേനാനികളായി മാറാൻ ആ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞെങ്കിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഉണർവിന് ദൈവം നിരക്കുന്ന കരുത്തർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഈ ദിനങ്ങളിലെ സുവിശേഷ യോഗങ്ങളുടെ ലക്ഷ്യം അത്തരത്തിൽ ചിലരാ. അവരെന്ന് എഴുന്നേറ്റാൽ രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ മാറും, ദേശത്തിന്റെ സ്ഥിതിഗതികൾ മാറും. അവരെ തിരഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ഇന്നിവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യനെ കൊണ്ട് മടുത്തു. KGB അന്വേഷണത്തിന് വീണ്ടും വീണ്ടും വിധേയമാക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ അവർ ഉത്തരവെടുത്തിക്കൊണ്ടിരിക്കുക, ഒരു കാരണവശാലും ഈ പട്ടാള ക്യാമ്പ് വിട്ട് പുറത്തു പോകാൻ ഇവനെ ഇടവരുത്തരുത്, ഒരാളോടും മിണ്ടാൻ അനുവാദം കൊടുക്കരുത്, വെറുതെ പോലും സംസാരിക്കരുത്. 5 ദിവസമൊക്കെ ആ പട്ടിണി കിടുന്നേ. പക്ഷേ ഉത്തരവ് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു മേലധികാരി വന്നിട്ട് പറഞ്ഞു, വണ്ടി എടുക്കുക, നമുക്ക് ഒരിടത്ത് പോകണം. വണ്ടിയിൽ 2 ആളും പോയി കഴിഞ്ഞാൽ ഉത്തരവ് എഴുതിയോ നോക്കുമ്പോൾ ആളില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞ ആൾ പുറത്ത് പോയി. നല്ല ഡ്രൈവറാ, ഫുഡ് എടുക്കാൻ പോയതാ, ബ്രെഡ് വാങ്ങാൻ പോയതാ. മേലധികാരിയും താനും വേറെ 2 സുഹൃത്തുക്കളൂടെ പോകുമ്പോൾ വേഗത്തിൽ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു അത്ഭുതം നടക്കുക. അത്ഭുതം എന്താണെന്നറിയണ്ടേ? വണ്ടിയുടെ വേഗത കുറയ്ക്കാൻ തൻ്റെ കാതിൽ ആരോ പറയുന്നു. വേഗത കുറച്ചപ്പോൾ പറഞ്ഞ് വീണ്ടും വേഗത കുറയ്ക്കുക. വേഗത വല്ലാതെ കുറച്ചപ്പോൾ മേലധികാരി ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി, സ്പീഡിൽ വണ്ടി വിട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദൈവം എന്നോട് പറയുന്നു വേഗത കുറയ്ക്കണം, വണ്ടി സൈഡ് ഒതുക്കണം. സൈഡ് ഒതുക്കി തുറന്നപ്പോൾ താങ്കൾ കൊണ്ടുവന്ന ബ്രെഡെല്ലാം വഴിനീളെ കിടക്കുകയാണ്. 2 ആളും പുറത്തിറങ്ങി. മേലധികാരി പറഞ്ഞു, നമ്മൾ ഒരുമിച്ചല്ലേ ഇത് അടച്ചത്, ഒരുമിച്ചല്ലേ പൂട്ടിയത്, ഒരുമിച്ചല്ലേ ഈ കാര്യമെല്ലാം ചെയ്തത്, ഇതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചേ? ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മൾ 2 പേര് സസ്പെൻഷനിലാവും, ആഹാരം അവിടെ കൊണ്ടെത്തിക്കണം. അടുത്ത ഘട്ടം ഒരു കാഴ്ച കാണുന്നത്, അവർ നോക്കിക്കൊണ്ടിരിക്കെ വലിയൊരു ട്രക്ക് മറ്റൊരു വലിയൊരു വണ്ടിയിൽ ഇടിച്ച് 2ഉം മറിഞ്ഞു കിടക്കുന്നു. അനിയന്ത്രിതമായി വന്ന ട്രക്കിൽ ഇവരെ വണ്ടി ഇടിക്കാതിരിക്കാനുള്ള ഒരു ദൈവ സന്ദേശമാണ് കിട്ടിയത്. മേലധികാരിയോട് പറയുക, എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു ഇപ്പോൾ ഈ വഴി പോകരുതെന്ന്. ഇങ്ങനെ ദൂതുള്ള ദൈവമക്കളൊരു കാലമാ ഇനി. ദൈവം അനുകൊടുത്തോർത്ത് പ്രസംഗം പറഞ്ഞു നല്ല ഇനി പറയേണ്ടത്, ഡിസ്ട്രിക്ട് ഭാഷ പറഞ്ഞു നല്ല പറയേണ്ടത്, ആ പാട്ട് പാടുന്ന ആളുകൾ പറഞ്ഞു നല്ല പറയേണ്ടത്. നമുക്ക് ഈ ശബ്ദത്തെയൊക്കെ മറന്നിട്ട് ആ ദൈവ ശബ്ദം കേൾക്കാൻ ആര് കാതുകൂർപ്പിച്ചെന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അവർ ഒരു കാലം അതില്ലാത്ത ജീവിതം ക്രിസ്തീയമല്ല. ദൈവമായുള്ള ആത്മബന്ധം നഷ്ടപ്പെടുന്ന ഇടത്ത് ദൈവത്തിന് ഇനി പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഹൃദയം ത്രസിക്കട്ടെ തമ്പുരാന് വേണ്ടി. ഇങ്ങനൊക്കെ ഇടപെടുന്നൊരു ദൈവമുണ്ടെന്ന്, ശബ്ദം കേൾപ്പിക്കുന്നൊരു ദൈവമുണ്ടെന്ന്, ആപത്തും അനർത്ഥവും തൊട്ടുമുമ്പിൽ വരുമ്പോൾ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഇത്തരം അനുഭവങ്ങൾ ചെറുതും വലുതുമായുള്ള നിരവധി പ്രിയപ്പെട്ടവർ ഇന്നിവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അതിനെ തേച്ചു മിനുക്കി എടുക്കുന്നതിൽ, രൂപപ്പെടുത്തി എടുക്കുന്നതിൽ നമുക്ക് ഭവിച്ച പരാജയത്തെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങണം, ദൈവപ്രവൃത്തിയിലേക്ക് മടങ്ങണം, ദൈവത്തിന്റെ ഇടപെടലിലേക്ക് മടങ്ങണം. മുഴങ്കാലിലെ പ്രാർത്ഥനയുടെ ശക്തി ഒന്ന് വികസിപ്പിച്ചെടുക്കണം, അതൊന്ന് ത്രസിപ്പിച്ചെടുക്കണം, അതൊന്ന് ഊർജ്ജപ്പെടുത്തിയെടുക്കണം, അതൊന്ന് ശക്തിപ്പെടുത്തിയെടുക്കണം. അവരെ കൊണ്ട് ദൈവം കാലത്തെ മാറ്റാൻ പോകുക, ദേശത്തെ മാറ്റാൻ പോകുക. ഇന്ത്യ കാത്തിരിക്കുന്ന ആ വലിയ മാറ്റത്തിന്
രൂപാന്തരത്തിൻ്റെ കാകളധ്വനി നമ്മുടെ എല്ലാം കാതുകളിൽ കേൾക്കാം. നമ്മുടെ സമശിഷ്ടങ്ങൾ 1500 പേര് ഇന്ത്യയിലെ ജയിലുകളിൽ വീർപ്പുമുട്ടി കഴിയുക, സ്ത്രീ പുരുഷ ഭേദമന്യേ ഇന്നിവിടെ വന്നിരുന്ന് നമ്മൾ കേട്ടു. സെൻട്രൽ വാസ് പറഞ്ഞു നമുക്ക് ഫുഡുണ്ട്, എല്ലാവർക്കും വന്നിരിക്കുന്നവർക്കൊക്കെ സന്തോഷമുണ്ട്, പാട്ടുണ്ട്, പ്രസംഗമുണ്ട്. ഇതൊന്നും കാണാൻ കഴിയാതെ അനേകായിരങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ ജയിലിടങ്ങളിൽ അടക്കപ്പെടുമ്പോൾ ന്യായവിധി നമ്മിലേക്ക് വരാതെ ഈ അനുഭവിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ആസ്വദിച്ചിട്ട് ദൈവത്തെ നിന്ദിക്കുന്ന അവസ്ഥാവിശേഷങ്ങളിൽ നിന്ന് വിഭിന്നമായ ഒരു മടക്കയാത്രക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മപ്രേരണ തരുന്ന എത്ര ജീവിതങ്ങൾ ഇവിടെയുണ്ട്. ഞാനുൾപ്പെടെ കേൾക്കുവിൽക്കാരുൾപ്പെടെ നമുക്ക് ഒരുമിച്ച് ചില തിരുത്തലുകളുടെ പ്രക്രിയകളിലേക്ക് കടക്കാം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് രാത്രി നമ്മിലൂടെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഓരോ ജീവിതങ്ങളെയും തൊട്ടുകൊണ്ടിരിക്കട്ടെ. എല്ലാവരിലും ആ രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ.